എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നൽകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇനി 2 ദിവസം കൂടി മാത്രമേ വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 12-ാം തീയതിക്കകം നിങ്ങളുടെ അപേക്ഷകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജൂൺ 12-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനുശേഷം ജൂൺ 15-ാം തീയതി വരെ അപേക്ഷയുടെ ബാക്കി ഡീറ്റെയിൽസുകൾ ചെയ്യുന്നതിനും ഈ ഒരു നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ജൂൺ 12 വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് 800 രൂപയും SC/ST വിഭാഗക്കാർക്ക് 400 രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷകൾ ഈ ഒരു ജൂൺ 12-നകം തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി 2 ദിവസം കൂടി മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് BSc നഴ്സിംഗ് കോഴ്സിന് CPASൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് LBS വഴിയും അതുപോലെ CPAS വഴിയും അലോട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം CPAS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ CPAS വഴിയായാലും LBS വഴിയായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ LBS വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന അതേ ഫീസ് തന്നെയായിരിക്കും അതേപോലെ തന്നെയായിരിക്കും CPASൽ നേരിട്ട് അഡ്മിഷൻ നേടുന്ന സമയത്തും ലഭിക്കുക. CPAS വഴിയും നിങ്ങൾക്ക് LBS വഴിയും ഈ ഒരു CPASലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ സീറ്റിൻ്റെ 50% ആണ് LBS അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കി 50% CPAS വെബ്സൈറ്റ് വഴി നേരിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് CPAS വഴി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ആ ഒരു സീറ്റിലേക്ക് CPAS തന്നെ സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിങ്ങൾ LBS വഴി അപേക്ഷിക്കുമ്പോൾ CPASൻ്റെ കോളേജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് cpassadmissions.com എന്നുള്ള വെബ്സൈറ്റ് വഴി CPASൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് CPASലേക്കുള്ള ആ ഒരു 50% മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു CPASലേക്ക് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 20-ാം തീയതിയാണ്. LBS വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12-ാം തീയതി വരെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ LBS വഴി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ എന്തെങ്കിലും തെറ്റുകൾ കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞത് കാരണം നിങ്ങൾക്ക് റിമാർക്സ് കാണാൻ സാധിക്കും. അതുപോലെ ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തതും ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തതായിരിക്കും, പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്നാണെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേസമയം വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിൽ വല്ല തെറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ് എന്നുള്ള റിമാർക്സിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ആ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആ ഒരു പേജിൽ ലിങ്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 26-ാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് 26-ാം തീയതി മുതൽ ഈ ഒരു ജൂലൈ 2-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേജിൽ അതിനുള്ള ലിങ്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത ശേഷം അത് അവിടെ നിന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു താൽക്കാലികമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രോബ്ലം പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ചലാൻ നമ്പർ ഇതുപോലുള്ളവ മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് ഇമെയിൽ ID എന്നിവ നൽകി റിക്കവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റേർഡ് IDയും അതുപോലെ തന്നെ ചലാൻ നമ്പറും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ LBS സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ LBS സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിവരം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ